യാ മോളെ, ഇന്ന് നാത്തൂമണ്ണ് ചെറിയൊരു പെയിനൊക്കെ വന്നിട്ട് വർക്കലയിൽ ഓളെ കാണിക്കുന്ന ഡോക്ടർ തന്നെ വർക്കല വരാറുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടാവും, പെട്ടെന്ന് ട്രിവാൻഡ്രത്ത് എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും വണ്ടിയിൽ പോയി, ഞാനും എൻ്റെ ഒരു കുഞ്ഞായും കൂടി ബസ്സിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് വർക്കലയിൽ നിന്ന് ബസ് കയറിയിട്ട് ചെന്ന് ആറ്റിങ്ങിൽ ചെന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ട് അവിടെ നിന്ന് KSRTC ബസ്സിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ ചെന്ന പാടെ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി. എൻ്റെ പൊന്നു ഒന്നും പറയണ്ട കേട്ടോ, ആ ഡ്രൈവർ മാമ ഉണ്ടല്ലോ, അത്രയും വലിയ ബസ് ഒറ്റ കയ്യിലാണ് ഓടിക്കുന്നത്. ഒരു കൈക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ആൾ സിമ്പിളായിട്ട് ഓടിച്ചിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അത്ഭുതം തോന്നി. അപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയൊക്കെ എത്തിയപ്പോഴേക്ക് നല്ലതുപോലെ മഴ പെയ്തു. നല്ലതുപോലെ എന്ന് വെച്ചാൽ നല്ലതുപോലെ മഴ പെയ്തു. ഞങ്ങളുടെ പുറത്തൊക്കെ വെള്ളം വീണ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൊക്കോണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ചെന്ന് ഇറങ്ങിയത് പട്ടത്തായിരുന്നു. പട്ടത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൻ്റെ പേര് അനടിയിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല റോഡ് കംപ്ലീറ്റ് നല്ല മഴയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ നേരെ അനടിയിൽ ഹോസ്പിറ്റലിൽ ചെന്ന് എത്തിച്ചു. അവിടെ ചെന്നപ്പോഴേക്കും കുടുംബക്കാർ കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെത്താൻ ലേറ്റായി പോയി, ബാക്കി എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഓളെന്തായാലും ലേബർ റൂമിനകത്താണ്. അപ്പോൾ വർക്കലയിൽ രോഗികളെയൊക്കെ നോക്കിയിട്ട് ഡോക്ടർ അവളെ കാണാനായിട്ട് വന്നു. അപ്പോൾ ലേബർ റൂമിൽ ആകെ 2 പേഷ്യൻറ്റേ ഉള്ളൂ. ഒന്നിൻ്റെ ഡെലിവറി കഴിഞ്ഞു, ഇവള് ഡെലിവറിക്കായിട്ട് കിടക്കണം. അപ്പോൾ ഡോക്ടർ അകത്ത് കയറി പോയി. ഡോക്ടർ പുറത്തിറങ്ങുന്നതിനും വെയിറ്റ് ചെയ്ത് സഹോദരനും മാളും അവളുടെ ഹസ്ബൻഡൊക്കെ എല്ലാം അവിടെ ലേബർ റൂമിൻ്റെ ഫ്രണ്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് പുറത്ത് നല്ല മഴ. പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാനൊക്കെ പ്ലാൻ ചെയ്തു. നിങ്ങൾക്ക് എവിടെ ചെന്നാലും തീറ്റി മുക്കെമ്പിക്കില്ലേ. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ ചായ വാങ്ങിച്ചിട്ട് മുകളിലെ റൂമിൽ പോയിട്ട്, റൂം മുകളിലാണ്. അപ്പോൾ ഇച്ചൂസിന് കുറച്ച് ഫുഡ് കൊടുക്കണം, മുകളിൽ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ മുകളിലെ റൂമിൽ പോയി, ഞാനും മാളവും. അപ്പോൾ ഞാൻ അവിടെ ഇച്ചൂസിനെ കിടന്ന് കളിപ്പിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇച്ചുവിനെ, അവളുടെ ആ ക്യൂട്ട് ചിരിയും കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് വീണ്ടും താഴെ എത്തി. താഴെ എല്ലാവരും ഇങ്ങനെ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യിക്കുകയാണ്. ഡോക്ടർ 6 മണിക്കൂറാണ് പറഞ്ഞത്. 6 മണിക്കൂറിനുള്ളിൽ ഇൻഷാല്ലാ എന്തെങ്കിലും നടക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയോടെയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എല്ലാവരും വിഷമത്തോടെ എന്താകും ഏതാകും, മോനാണോ മോളാണോ എന്നുള്ള പ്രതീക്ഷയിൽ. അതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായിട്ട് സംഭവം എന്താണെന്ന് മനസ്സിലായോ? 2 പേഷ്യൻ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്നിൻ്റെ പേര് ഷംന, നാത്തുൻ്റെ പേര് ഷെഹനാസ് എന്നാണ്. അപ്പോൾ സിസ്റ്റർ വിളിച്ചപ്പോൾ മാറിപ്പോയി പേര്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ കുട്ടിയാണെന്നും പറഞ്ഞ് എല്ലാവരും പെട്ടെന്ന് ആകാംക്ഷയുടെ ഓടി ചെന്നതായിട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുട്ടിയല്ലായിരുന്നു. അപ്പോൾ ഇത് എല്ലാവരും കാത്തിരിക്കുന്നവരുടെ കൂടെ ഞാനെന്തേ ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. ഉറക്കം വരുന്നുണ്ട്, എന്താവുമെന്നും അറിയില്ല. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക. സ്നേഹിച്ച ഭയങ്കര حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله يا رسول الله يا قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله കൊച്ചനൊക്കെ കരയുന്നു.
അറുന്നൂറാണ് വെയിറ്റ് കേട്ടോ. സമയം 8:45 എഴുതി തരാം. വെയിറ്റ് ഉണ്ടായി സമയം. അൽഹംദുലില്ലാ കുഞ്ഞും അവളും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ഹാപ്പി. അപ്പോൾ മോനാണ് കേട്ടോ, മോനാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പിന്നെ അവിടെ ഇരുന്നു കുറച്ച് ചായയും കുറച്ച് സ്നാക്സൊക്കെ കഴിക്കാൻ തുടങ്ങി. എല്ലാവരും നല്ല ഹാപ്പി. ഇത്ര നേരം വിശന്ന് കാത്തിരുന്നതല്ലേ. അതിനിടയ്ക്ക് എനിക്കും കിട്ടി കേട്ടോ ഒരു ചെറിയ കവർ കപ്പലിൻ്റെ. പിന്നെ മധുരം കൊടുക്കലായിരുന്നു, ലഡുവും ജിലേബിയും മുട്ടായൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് എല്ലാവർക്കും ലഡു വിതരണം ചെയ്തു. അതിനിടയ്ക്ക് എനിക്കും കിട്ടി ലഡു, ഞാനും ലഡു കഴിച്ചു. പിന്നെ എന്താ പറയുക, മോൻ്റെ പേര് ഷെയ്സൽ ലിയാം എന്നാണ്. എന്താ പറയുക, പിന്നെ ഇതിൽ ഡോക്ടർ വന്നു, ഡോക്ടറിനും ഒരു ലഡു കൊടുത്തു. പിന്നെ അൽഹംദുലില്ലാ സഹോദരനകത്ത് കയറിയിട്ട് ഓളെ കാണിച്ച് വീഡിയോ കോൾ വിളിച്ചു. ഓളും കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന ബസ്സിലായിരുന്നല്ലോ, അപ്പോൾ ഏകദേശം ടൈം ഒരു 10-10:30 ആവും. അപ്പോൾ ഞങ്ങളെല്ലാം തിരിച്ച് വാപ്പച്ചിയുടെ കാറിലാണ് വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് മെയിനാണ്. അപ്പോൾ ടാറ്റ, ബൈ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.